വളരെ മനോഹരമായ സങ്കീർത്തനമാണ് 53-ാം സങ്കീർത്തനം. ഇന്നെനിക്ക് അതിൽ നിന്ന് ഒരുപാട് സംസാരിക്കാനാവില്ല. സ്തോത്രം. ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നത്. അതിൻ്റെ ഇംഗ്ലീഷാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ആംപ്ലിഫൈഡ് വേർഷൻ. ദ എംപ്റ്റി ഹെഡഡ് ഫൂൾ ഹാസ് സെഡ് ഇൻ ഹിസ് ഹാർട്ട്. എംപ്റ്റി ഹെഡഡ് ഫൂൾ എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത മണ്ടൻ എന്ന് പറയാം. തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആരും ഇരിപ്പില്ല അല്ലേ? തലച്ചോറുണ്ട്, സാധാ ചോറുണ്ട്, എല്ലാം കൂടെ ഇങ്ങനെ തല നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? അങ്ങനെ ഒന്നുമില്ലാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. ഇവിടെ എംപ്റ്റി ഹെഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണത്തിനുള്ള ഒന്നുമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുണകരമായ ഒന്നുമില്ലാത്തത് അല്ലേ? ഈ ഭൂമിയിൽ ഗുണകരമായിട്ട് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ എന്നേക്കും നിലനിൽക്കുന്ന നിത്യജീവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ നമ്മളിൽ അധികം ആൾക്കാരും ഓടിക്കൊണ്ടിരിക്കുന്നത് ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഉഷാറോടുകൂടി ആരാധിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇന്ന് എമർജൻസി ആയിട്ട് ജോലിക്ക് പോയാലേ പറ്റുള്ളൂ എന്നും അല്ലേ? അങ്ങനെ അദ്ദേഹം പോയിരിക്കുകയാണ്. ഇന്ന് നാളെയും ജോലിയുണ്ട്. ചൊവ്വാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ കാണൂല. മനസ്സിലുണ്ടോ? ഒരു അല്പ റിസ്ക് എടുത്താൽ ഇന്നത്തെ കാശ് വേണ്ടെന്ന് വെച്ചാൽ തീരത്തൊക്കെ കാര്യമുള്ളൂ. ഇതിന് വേറെ കാര്യമൊന്നുമില്ല. ഇത് പിശാച് നമ്മളെ പരീക്ഷിക്കുന്നതല്ല, ദൈവം നമ്മെ പരീക്ഷിക്കുന്നതാണ് അല്ലേ? ഞാനിങ്ങനെ വാർത്ത അറിഞ്ഞു, പിന്നെ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോഴത്തേക്ക് അടുത്തൊരാൾ മെസ്സേജ് ഇട്ടിരിക്കുകയാണ്, ഇന്ന് വരാൻ പറ്റത്തില്ല, ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്, വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാണ് അല്ലേ? അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ചുമ്മാ ഇങ്ങനെ മനസ്സിൽ ഒരുപാട് വേദന തോന്നി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, കർത്താവിന് എന്ത് പ്രയാസമായിരിക്കും ഞാനടക്കം നമ്മൾ വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു കൊച്ചു സഭയുടെ ഉപദേശി എന്ന നിലയിൽ ആൾക്കാരുടെ തിരസ്കാരം കാണുമ്പോൾ എനിക്ക് മനപ്രയാസം ഉണ്ടാകുന്നു എങ്കിൽ, ഞാനത് എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇവിടെ ഒരുപാട് വിലയൊന്നും കൊടുത്തിട്ട് നിൽക്കുന്ന ആളല്ല, എന്നാൽ പോലും എനിക്ക് ആൾക്കാരുടെ തിരസ്കാരം കാണുമ്പോൾ മനപ്രയാസം ഉണ്ടാകുന്നു എങ്കിൽ നമുക്ക് വേണ്ടി വില കൊടുത്ത കർത്താവിന് എന്തുമാത്രം പ്രയാസം ഈ വിഷയത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അയാൾ കാണിക്കുന്നത് മൂഢത്തരമാണെന്ന് എനിക്കറിയാം. നയ പൈസയുടെ ഗുണമുള്ള കാര്യമല്ല എന്നെനിക്കറിയാം. 1500 രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ വെറുതെ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അത്തരത്തിലൊരു തീരുമാനം നമ്മൾ എടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മളെ ബൈബിൾ പറയുന്ന പേരാണ് മൂഢൻ. ദൈവം ഇല്ല എന്ന് നമ്മളിൽ ആരെങ്കിലും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ സ്വഭാവം അത് തെളിയിക്കും അല്ലേ? വാസ്തവത്തിൽ പിശാചിനേക്കാളും നമ്മൾ വിശ്വാസികളാണ് അല്ലേ? പിശാചിന്റെ പ്രവർത്തനം കംപ്ലീറ്റ് ഡൗൺവേർഡ്സ് ആണ്, ദൈവത്തിന് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ പ്രവർത്തനം എത്ര ഒന്ന് പെർസെൻറ്റേജ് വെച്ച് അളന്ന് നോക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പെർസെൻറ്റേജ് നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. സ്വതന്ത്രം. അതുകൊണ്ട് ഗൗരവമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറുള്ളവർ അതിന് തയ്യാറാവുക ഈ ആഴ്ചകളിൽ അല്ലേ? രാത്രികളിൽ ഞാൻ അതിനുവേണ്ടി മാറ്റി വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. പകൽ എനിക്ക് ഒരുപാട് പറ്റില്ല. രാത്രിയും എനിക്കിതിരി തിരക്കാണ്. ഈ ആഴ്ച എനിക്ക് അധികം തിരക്കാണ്. എങ്കിലും രാത്രിയിൽ ഒരു 10 മുതൽ 12 മണി വരെ കുറച്ച് ദിവസം നമ്മൾക്ക് ഇരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ആടിന് വേണ്ടി നമ്മൾ ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ? എത്രത്തോളം എന്നൊന്നും എനിക്കറിയില്ല. ഇതിനകത്തൊരു വലിയൊരു രൂപാന്തരം സംഭവിക്കണം. വചനം ലോഡ് ചെയ്തിട്ട് കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വചനം ഇപ്പോൾ ഓവർലോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് വചനം ലോഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. ശരിക്കൊരു മാനസാന്തരത്തിലേക്കും ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും ജനം തിരിയണം. അല്ലാതെ നമ്മൾ ലോഡ് ചെയ്തുകൊണ്ട് കാര്യമില്ല. വചനം പറഞ്ഞ അറിവ് ചീർക്കുന്നു എന്നാണ് പറയുന്നത്. അറിവ് ചീർക്കുന്നു. നോ യൂസ് അറ്റ് ഓൾ. അത് ജീവനായി പരിണാമം. നിങ്ങൾ ഡ്രിപ്പ് ഇടുന്ന കണ്ടിട്ടുണ്ടോ? ഓരോ തുള്ളി ഇടത്തുള്ളൂ. നമ്മൾ വിചാരിക്കും ഇതെന്താ ഇതിങ്ങനെ ഇട്ട് വെച്ചോണ്ടിരിക്കുന്നത്, ചുമ്മാ ഇവിടെ കിടത്തിയിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലേ? നേഴ്സ് വന്ന് ഇങ്ങനെ ഞെക്കി പുറക്കി വെച്ചിട്ട് അവരുടെ വാച്ചിലൊക്കെ നോക്കിയിട്ട് വളരെ സ്ലോ ആക്കി വെക്കും. നമുക്കാണെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകും വേണം. ഞാൻ അങ്ങനെ രോഗികളെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ദേഷ്യം വരും. ഇതങ്ങോട്ട് തുറന്ന് വിട്ടിരുന്നെങ്കിൽ വീട്ടിൽ പോകുമായിരുന്നു. ഓരോ തുള്ളിയായിട്ട് ഇപ്പോൾ നേരം വെളുക്കുമല്ലോ, നേരം വെളുക്കും. തുറന്നു വെച്ചാൽ ഇവിടെ കയറി ബഡ്ജാവും. പിന്നീട് കൈ ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനെ കൈ വർക്കാവാതിരുന്നവരെ എനിക്കറിയാം. ഡ്രിപ്പ് തുറന്നു വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് കയറി ബഡ്ജായി ആകെ പ്രശ്നമായവരെ എനിക്കറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിപ്പോൾ ഓവർലോഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചീർക്കുകയാണ്, ഉരുളുകയാണ്, ബഡ്ജാവുകയാണ്. വചനം കയറി ബഡ്ജാവുന്നു. യെസ്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡൈജസ്റ്റിംഗ്, അത് ദഹിക്കുന്നില്ലെങ്കിൽ അത് ചുമ്മാ കയറി ബഡ്ജാവും അല്ലേ? അതുകൊണ്ട് കൃത്യമായ ഒരു ക്രമീകരണം നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ജനം നമുക്കിപ്പോൾ തള്ളി കയറേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ? ഒരുപാട് പേര് വരാൻ വേണ്ടി പറഞ്ഞൊക്കെ വച്ചിരിക്കുകയാണ്.
ഒരുപാട് പേര് തള്ളി കയറണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഞായറാഴ്ച ഇവിടെ ഇപ്പോൾ സ്റ്റഡിയായിട്ട് നിൽക്കുന്നവർക്ക് അധിക തിരക്കാണ്. അപ്പം നമുക്ക് അങ്ങനെ തിരക്കുള്ളവരെ ഒഴിവാക്കണമെന്നുള്ളതാണ്. പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ഒരു റൗണ്ട് പ്രാർത്ഥിച്ചിട്ട് അതുകൊണ്ട് അവരുടെ അങ്ങനെയുള്ളവരുടെ വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കണം. മനസ്സിലുണ്ട്. അതുകൊണ്ട് ബാക്കിയാർ ഉപവസിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ 2-3 കേസ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ടതിരിക്കുകയാണ്. മനസ്സിലുണ്ടോ? ഇവരെ രണ്ടുപേരെ കുറിച്ച് ഞങ്ങൾ ഗൗരവമേറിയ ഒരു കാഴ്ച കണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഉഷാറായിട്ട് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറെടുക്കുകയാണ്, അല്ലേ? ഇപ്പോഴത്തെ അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണം. ദൈവമില്ല എന്ന് മൂഢൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും ദൈവം ഇല്ലെന്നൊന്നും ആരും പറയത്തില്ല. നിരീശ്വരവാദി പോലും ദൈവം ഇല്ലെന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അവൻ മെനക്കെട്ടിരുന്ന് തെളിയിക്കുന്ന ദൈവം ഉണ്ടെന്നാണ്. ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരുത്തൻ്റെ പ്രസംഗം കേട്ടോ, അവൻ പറയുകയാണ് യേശുക്രിസ്തു എന്ന് പറയുന്നൊരു മിത്താണ്. അടുത്തവൻ യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ എടുത്ത് വെച്ച് തെളിയിക്കുകയാണ്. മിത്താണെങ്കിൽ പിന്നെ എന്തിനാ വചനം തെളിയിക്കാൻ നിൽക്കുന്നത്? ഫസ്റ്റ് പ്രോഗ്രാമിൽ തീർന്നില്ലേ? യേശു മിത്താണ്. പണി തീർത്തിട്ട് ഇറങ്ങി പോവുക. പിന്നെ അവൻ എന്താ പറയാനിരിക്കുന്നത്? പിന്നെ നിന്നുകൊണ്ട് ഓരോന്നും പറഞ്ഞ യേശുവിൻ്റെ വാക്യങ്ങളാണ്. എനിക്ക് അവനെ കണ്ടിട്ട് സഹതാപമാണ് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അർത്ഥം, ദൈവം ഇല്ല എന്നിവിടെ ആരും പറയില്ല. നമ്മുടെ സ്വഭാവം ദൈവത്തെ അവഗണിക്കുന്നതാണ്, ദൈവത്തെ നിഷേധിക്കുന്നതാണ്, അല്ലേ? അടുത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, there is no God. അത് അവിടെ ഇരിക്കട്ടെ. കറപ്റ്റ് ആൻഡ് ഈവിൾ ആർ ദേ. അവരെങ്ങനെയാണ്? അവർ കറപ്റ്റും ഈവിളുമാണ്. അവർ കറക്റ്റ് എന്നല്ല, അവർ കറപ്റ്റാണ് എന്ന് പറഞ്ഞാൽ അവർ വളഞ്ഞവരാണ്. അവർ ഈവിളാണ്, അവർ തിന്മയാണ്. അപ്പൊ തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് പറയാനൊക്കത്തില്ല, empty headed എന്ന് പറയാൻ ഒക്കത്തില്ല. The full of corrupt and evil. That means against God, against the truth, against the reality. അല്ലേ? സത്യത്തിനെതിരായിട്ടാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തലയ്ക്കകത്ത് ശരിക്കും സാധനം ഉണ്ട്. അവർ സ്വന്തമായിട്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ നോക്കുകയാണ്. ഭൂമിയെ തന്നെ കർത്താവ് തീക്കായി ഒരുക്കുമ്പോൾ ഇതിന്റെ പുറത്ത് നമ്മൾ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? വചനം പറഞ്ഞ് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം കൊണ്ട് റിസ്ക് എടുത്ത് നിങ്ങൾ ഉറച്ചു നിന്ന് നോക്കിയേ, അതോടെ തീരും. നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിന് കാരണം ഉറച്ചു നിൽക്കാത്തതുകൊണ്ടാണ്. കാറ്റടിക്കുമ്പം ചരിഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല കാറ്റടിക്കുമ്പം കയറി നിന്ന് നോക്കിയേ, മറിഞ്ഞ് തറയെ തള്ളിടും, അല്ലേ? ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കേണ്ടി വരികയാണ്. കറപ്റ്റ് ആൻഡ് ഈവിൾ ദേ ആർ ആൻഡ് ഡൂയിങ് അബോമിനബിൾ ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ അറയ്ക്കത്തക്ക അകൃത്യമേ അവർ ചെയ്യൂ. അറയ്ക്കത്തക്ക അകൃത്യം അതേ അവർ ചെയ്യും. ചിലപ്പോൾ 2 ദിവസമൊക്കെ ശരി ചെയ്തെന്നിരിക്കും കേട്ടോ. അത് നമ്മളിങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച ഉച്ച വരെ ചെയ്തെന്നിരിക്കും. അതും വലിയ ശ്രമകരമായ പരിപാടിയാണ്. ഇവിടെ നിന്ന് വണ്ടി കയറി പോകുമ്പോൾ തലകുത്തനെ പറഞ്ഞിട്ട് പോകുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല? കഞ്ഞി കുടിച്ചോണ്ട് കാറിൽ കയറുന്നവരുണ്ടോ? എന്ത് ദൈവം, ഉമ്മാർ പറയും പോലെ ഒന്നും അല്ല. അപ്പോൾ അവൻ പറഞ്ഞ് അത്രയും നേരം എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അത്രയും നേരം ഇവിടെ നിന്ന് കൈയടിച്ചോണ്ടിരുന്നു. വണ്ടി കയറിയിട്ട് തിരിച്ച് പറഞ്ഞുകൊണ്ട് പോയി. അതിനെന്താ കുഴപ്പമൊന്നുവാ? പിശാചര്യത്തിൽ യാതൊരു നഷ്ടമില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം, മനസ്സിലാണ്ടോ? അതുകൊണ്ട് ഗൗരവമേറിയ കാര്യമാണ് തിരുവഴുത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അവൻ ഒരിക്കലും ഒരു നന്മയും ചെയ്യില്ല എന്നാണ് പറയുന്നത്. താഴോട്ട് വരുമ്പോൾ കർത്താവ് മെനക്കെട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ബുദ്ധിമാനുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. 4-ാം വാക്യം പറയുമ്പോൾ അവിടെ പറയുക, 4 3 പറയുക, എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും പിന്മാറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല, അല്ലേ? സിമ്പിൾ ടെസ്റ്റ് ഒരെണ്ണം നടത്തി ഞാൻ അവസാനിപ്പിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു ടെസ്റ്റ്. റോമർക്ക് ലേഖനം 3-ാം അധ്യായം 10 മുതൽ ഈ വാക്യം നമ്മുടെ പൗലോസ് സ്വദേശി എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. സെയിം വാക്യം വായിക്കൂ. 10-ാം വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എന്തൊരു സമാധാനം എന്നറിയാം. ചിലർക്ക് ഈ വാക്യം പറയാൻ ഭയങ്കര ത്രില്ലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോയി. അവിടുത്തെ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മീയനാണ്. എന്ന് പറഞ്ഞാൽ ട്രാക്ട് കൊണ്ട് കൊടുപ്പ് ട്രാക്ട് തീർന്നു പോയപ്പോൾ പുള്ളി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് പുള്ളിക്ക് ആരോ എഴുതിയ ട്രാക്റ്റാണ് പുള്ളിയുടെ കയ്യിലിരിക്കുന്നത്. അതിൽ ഗാന്ധി പറഞ്ഞ കോട്ടുണ്ട്. അവിടെ പുള്ളി ഗാന്ധിയുടെ ഫോട്ടോ ഒട്ടിച്ചു. അംബേദ്കർ പറഞ്ഞുകൊണ്ട് അവിടെ അംബേദ്കറുടെ ഫോട്ടോ ഒട്ടിച്ചു. എന്നിട്ട് പുള്ളിക്ക് വേറെ അറിയില്ല ഇതെങ്ങനെയൊക്കെയാണ് കാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് പുള്ളി അങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വീടുകൾ കയറി ഇറങ്ങി ഇത് കൊടുക്കലാണ് പുള്ളിയുടെ ജോലി, അല്ലേ? അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, താങ്കളുടെ പോക്ക് ശരിയല്ലെന്ന് പറയുമ്പോൾ പുള്ളി ചോദിച്ചു, എന്താണ് കുഴപ്പം? അത് പറയൂ. ഞാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം, അല്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അപ്പോൾ അയാൾ പോകുന്ന ഒരു പള്ളിയിലാണ്, പെണ്ണുമ്പിള്ള പോകുന്ന വേറൊരു പള്ളിയിലാണ്, വേറെ ഒരു പള്ളിയിലല്ല, അതുപോലത്തെ 3-4 പള്ളിയിൽ. മകൻ പോകുന്നത് മറ്റൊടുത്ത് ഗിറ്റാർ വായിക്കാൻ, മരുമകൾ പോകുന്ന വേറൊരിടത്ത്, വേറെ 2 മോന്മാരുണ്ട്, അവന്മാർ പോകുന്ന വേറെ എവിടെയോ ആണ്. 36-38 വയസ്സുള്ളവന്മാരുണ്ട്, അവന്മാരൊന്നും പെണ്ണുകൾ കെട്ടിയിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ വണ്ടി എടുത്ത് തിരിക്കുമ്പോൾ അവൻ കാറിന് വന്ന് വട്ടം ചുറ്റിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, കുട്ടികൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, കുട്ടിയുള്ള കുട്ടി വരെ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. എടാ അത് വീട്ടിൽ ശരിയാവട്ടെ. സ്വതന്ത്രം നിരത്തി ട്രാക്ടർ കൊടുപ്പാട് പ്രാർത്ഥനയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അയാളുടെ ഒരു ഉണം പിടിയിട്ടില്ല. അവസാനം എന്തോടെ സംസാരിച്ച് വന്നപ്പോൾ ആൻറ്റി അതിൽ കയറി ചുറ്റി പിടിച്ചു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എനിക്ക് പിശാചുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ പറഞ്ഞു അതെ. ഞാൻ ഇളക്കട്ടോ എന്ന് ചോദിച്ചു. അല്ലേ? പിന്നെ പ്രാർത്ഥിച്ചൊന്നുമില്ല. കണ്ണടച്ചുറക്കുമ്പോൾ ഭർത്താവ് ചാടി എഴുന്നിട്ട് ഒരൊറ്റ ഓട്ടം ഓടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയും മതിയോ, ഇനി ഇളക്കണോ? ഞാനുണ്ട്, ബാലുവുണ്ട്, സതീഷ് ബ്രദറുമുണ്ട്. അയാൾ ഓടിയ ഓട്ടം എന്ന് പറഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്. പിന്നെ അയാൾ എൻ്റെ അയലത്ത് വന്നില്ല. പുറത്തിറങ്ങിയ ബാലു പറഞ്ഞു, നമുക്ക് മകനിൽ പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞു ഒരുത്തലിലും പ്രതീക്ഷയില്ല, ഇതിൽ ഒരെണ്ണത്തിലും പ്രതീക്ഷയില്ല. അപ്പോൾ ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല മോനിൽ പ്രതീക്ഷയുണ്ട്. എന്നിട്ട് ഇന്നലെ ഇവിടെ ഇരുന്നിട്ട് പറയുന്നുണ്ട് പ്രതീക്ഷയില്ല കേട്ടോ. അതെ, ഇത് ഞാൻ കുറേ കണ്ടതാണ്. ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കാതെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് വചനം അറിഞ്ഞൂടെ നേട്ടാ, കംപ്ലീറ്റ് വചനം അറിയാം. വീട് നിറച്ചു വചനം, ട്രാക്ട് നിറച്ചു വചനം. ഭർത്താവിനും പറയാൻ നിന്ന ഭയങ്കര അഭിഷേകമാണ്. അവർ ഇന്ന സ്ഥലത്ത് ആരാധന കൊള്ളാം. അതിൻ്റെ ആരാധന എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് നമ്മൾ അടിപൊളി ഐറ്റംസ് എല്ലാം വെച്ചിട്ട് ഒറ്റ മൂപ്പിരാണ് അല്ലേ? അതുകൊണ്ട് അടിപൊളി ഐറ്റംസ് വേണ്ടെന്നല്ല, ഇതെല്ലാം വേണം. നമുക്ക് ആരാധനയ്ക്ക് വചനത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കിന്നരമുണ്ട്, തപ്പുണ്ട്, കൈത്താളമുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാം അതിന് യോഗ്യമായ രീതിയിലെല്ലാം ഉപയോഗിക്കണം. നമ്മൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ വാക്യാണ്, അങ്കിൾ പറഞ്ഞു നീതിമാൻ ഒരുത്തൻ പോലുമില്ല. പിന്നെ ഇയാളെന്തിനാ ട്രാക്ടർ എടുത്ത് നടക്കുന്നേ അല്ലേ? 2 മിനിറ്റ് വർത്തമാനം പറഞ്ഞപ്പോൾ അയാൾ പിശാചിളകി ഒറ്റ ഓട്ടമാണ്. അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി കളഞ്ഞു. പിന്നെ അയാൾ അവിടെ കുറച്ച് നേരം കൂടെ നിന്നെങ്കിൽ എനിക്ക് ചവിട്ടി തന്നെ. എന്നെ ഉപദ്രവിക്കാതെ അയാൾ അടിച്ച് പോയത് പിശാച് എന്നോട് കാണിച്ച ഒരു കൃപയാണ് അല്ലേ? അങ്ങനെ സ്തോത്രം. ഞാൻ ആദ്യം കയറി കണ്ടപ്പോഴേ ഇത് സാധനമാണ് അല്ലേ? ഞാൻ ബാലുവെടുത്ത് അവിടെ നിന്ന് പറഞ്ഞല്ലോ, അവൻ ബാലു വരച്ച് ചുമ്പയെന്ന്. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ വന്നപ്പോൾ പറഞ്ഞു, ഇനി നമ്മളെ ഇവിടെ കയറരുതെന്ന് അവർ പറയും എന്ന് ഞാൻ പറഞ്ഞു. ബാലു അങ്ങനെയൊന്നുമില്ല, അവർ നല്ല ആത്മീയരാണ്. സതീഷ് ബ്രദർ ഇന്നലെ ഒരു അമ്മച്ചിയെ പോയി പിടിച്ചു, അവിടെ നിന്ന് ഒരു അമ്മച്ചിയെ. എന്നിട്ട് അവിടെ നിന്നിട്ട് എന്നെ വിളിക്കുകയാണ്, നല്ലൊരു അമ്മച്ചി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊള്ളാം. അപ്പോൾ അമ്മച്ചി അവിടെ നിന്നിട്ട് പറയും, ഞാൻ കെ അബ്രഹാമിൻ്റെ ആൻറ്റിയാണ്. ഞാൻ ചോദിച്ചു ഏത് മുറയ്ക്കെന്ന് ചോദിച്ചു. അത് പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൻറ്റി എന്ന് വിളിച്ചു. കൊള്ളാം. പുള്ളി പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇവരെ ആൻറ്റി എന്ന് വിളിച്ചത് കൊണ്ട് ഇവർ അങ്ങേറെ ആൻറ്റിയായി. ഇന്ന് വരുമെന്ന് പറഞ്ഞാണ്, കൃപയാൽ അവർ വന്നില്ല. അതിനൊന്നും എടുത്തോണ്ട് വരരുതേ. എന്തെല്ലാം സൈസാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വെറുതെ മനസ്സിലാകുന്നുണ്ട് അല്ലേ? നമ്മൾ ഈ പല തൊപ്പി വെച്ച സൈസൊക്കെ കണ്ടുവരികയാണ് അല്ലേ? ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരുപാട് കാര്യം, ഞാൻ 10-25 കൊല്ലം കൊണ്ട് പ്രസംഗനാണ്. 20 വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. വയസ്സ് 46ആയി. സ്വതന്ത്രം 2.5 ദശകത്തിൽ കാണാത്ത സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണുന്നതാണ്. എന്തെല്ലാം ഐറ്റംസ് എന്നറിയാമോ വരുന്നത്? അത് ഈ ബാലു സതീഷ് ബ്രദറൊക്കെ ഇപ്പോൾ എവിടെന്നെങ്കിലും പിടിച്ചോണ്ട് വരുന്നതാണ് മാളത്തിൽ നിന്ന്. നമ്മൾ കണ്ടന്തപ്പെട്ട് നിൽക്കുക, യേശപ്പാ എന്തെല്ലാം സൈസാണ് അല്ലേ? അത് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. നമുക്ക് നല്ലൊരു വീട്ടിൽ ജനിച്ചു വളരാൻ കർത്താവ് കൃപ തന്നു. ഇവരൊക്കെ വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ദൈവകൃപയിൽ വളർത്തി, അതിൽ വളരെ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയൊക്കെ ആയിപ്പോയേനെ അല്ലേ? മഹാദൈവം കരുണ കാണിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. സ്തോത്രം. ഞാൻ താഴേക്ക് വരികയാണ്. വായിക്കും, പെട്ടെന്ന് വായിക്കും. അപ്പോൾ ഇവരെല്ലാം തുറുപ്പ് ചീട്ടാണ്. ആരെങ്കിലും വന്ന് സുവിശേഷം പറയുന്നെങ്കിലും നീതിമാൻ ആരുമില്ല. അതിനിടെ കൂടി ഈ കള്ളനെ പതുക്കെ തല പൊക്കുകയാണ് അവന്റെ ഉദ്ദേശം. വായിക്കും. ഗ്രഹിക്കുന്നവനില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്രഹിക്കുന്നവനില്ല. അതാണ് തലയ്ക്കകത്തൊന്നും ഇല്ലെന്ന് നമ്മൾ 1-ാം വാക്യത്തിൽ കണ്ടത് അല്ലേ? ബോധമില്ല, പൊക്കണമില്ല നമ്മൾ പറയില്ല. അതാണ് സാധനം. ഇത് ഗ്രഹിക്കണം. വായിക്ക്. ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. പോട്ടെ. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അപ്പൊ വഴി തെറ്റിയതാണ് പ്രശ്നം. വായിക്കേ. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. വാക്യപ്പോ എത്ര എത്തി? 12. വായിച്ചോ. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. ഇതാണ് നേരത്തെ നമ്മളെ സഹോദരൻ പറഞ്ഞത്. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. തുറന്ന ശവക്കുഴി. തുറന്ന ശവക്കുഴി അല്ലേ? അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി അല്ലേ? എന്ത് മണമായിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? തുറന്ന ശവക്കുഴി എന്ന് പറഞ്ഞാൽ നേരത്തെ ശവം വെച്ചിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ പരുവം വന്നതിന് ശേഷം തുറന്ന സാധനം
അല്ലാതെ സാധനം വയ്ക്കാതെ തുറന്നു കിടക്കുന്ന ശവക്കുഴി എന്നുള്ളതല്ല. സാധനമൊക്കെ വെച്ചിട്ട് അതൊന്ന് പരുവമായതിന് ശേഷം ഓപ്പൺ ചെയ്യുക അല്ലേ. നമ്മൾ പലരും അത്രയും ഒരു കൃപയുള്ളവരല്ലേ. നമ്മൾ വാ തുറന്ന പിന്നെ പരുവക്കേടാണ്. സ്തോത്രം. ഇപ്പോൾ 5-6 പേരുന്ന് വരാത്തത് നല്ലത് തന്നെ തോന്നുന്നു അല്ലേ. അവരെ ഭാഗ്യം. വായിക്കേ. നാവ് കൊണ്ട് അവർ ചതിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ കൃപയെ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒന്ന്, വാ തുറന്നാൽ മെനകേടാണ് അല്ലേ. ചേർത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. തുറന്ന ശവക്കുഴി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, സർപ്പവിഷം അവർ ചതിക്കും. അത് നമുക്ക് അറിയാൻ നോക്കത്തില്ല. അവർ വാ തുറന്നാൽ പണി വെച്ചിരിക്കും. അപ്പൊ നമ്മൾ അയ്യോ അവർ ചതിച്ചല്ലോ. അവർക്ക് ചതിക്കാനേ പറ്റൂ. മനസ്സിലായോ? ചതിക്കാനേ അവർ ചതിച്ചല്ലോ എന്ന് പറയുന്നൊരു പുതിയ സംഭവമൊന്നുമല്ല. മനസ്സിലുണ്ടോ? അവർക്ക് ചതിക്കാനേ കഴിയൂ. അടുത്ത്, സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴെയുണ്ട്. ചുമ്മാ ചതിവൊന്നുമല്ല, വിഷമുണ്ട് അവരിൽ. ചിലത് കടിച്ചാൽ വലിയ പ്രശ്നമില്ല, ചിലത് കടിച്ചാൽ പ്രശ്നമാണ് അല്ലേ. ചിലത് കടിച്ചാൽ പ്രശ്നമാണ്. ചിലർ പറയില്ലേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടക്കുമെന്ന് പറയില്ലേ. ചിലത് 1-2 അത്താഴമേ മുടക്കുള്ളൂ, മറ്റത് അങ്ങ് അത്താഴമേ മുടക്കും. മനസ്സിലാകുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ചിലത് കണ്ടാൽ നീർക്കോലി പോലെ ആയിരിക്കും, പക്ഷേ സാധനം കടിച്ചാൽ പ്രശ്നമാണ്. അപ്പോൾ കേട്ടോ, നമ്പർ 1 അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി. 2 നാവ് കൊണ്ട് അവർ പണി തരും. 3 നല്ല കൊള്ളാന്നുള്ള വിഷമുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. തുറന്നാൽ ശപിക്കുകയും ചെയ്യും, നല്ല കയ്പുള്ള ഡയലോഗ് അടിക്കുകയും ചെയ്യും. നിങ്ങൾ അടുത്തിരിക്കുന്ന ആരും വിലയിരുത്തരുത്. സ്വന്തം വിലയിരുത്താനാണ് ഞാൻ ഈ സാധനങ്ങൾ പറയുന്നത്. ചുമ്മാ നമ്പർ മാത്രം ഇട്ട് പറയാണ്, 1, 2, 3 മാത്രം പറയാണ്. പൊളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കഞ്ചിയും കുടിക്കില്ല എന്ന് എന്നെ മല്ലവും വിളിച്ചിട്ട് പോകും നിങ്ങൾ. അതുകൊണ്ട് അങ്ങനെ ഒരു പരുവക്കേട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെ ശാന്തമായി പറയാം. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ യൂട്യൂബിലേ പ്രസംഗിക്കുകയുള്ളൂ. ഒരുപാട് സാധനം ഇങ്ങനെ തികട്ടി കയറി വരികയാണ്. ഞാനിങ്ങനെ കുടിച്ചിറക്കിയാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അവരുടെ വായിൽ ശാപമുണ്ട്, അവർ ശപിക്കും. അവരുടെ വായിൽ കയ്പുണ്ട്. കയ്പൊക്കെ ഭയങ്കരമാണ്. കയ്പ് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. അതുകൊണ്ട് എന്ത് വില കൊടുത്ത് നമ്മുടെ അകത്ത് ജനറേറ്റ് ചെയ്യുന്ന കയ്പ്, ആർക്കെതിരെ കയ്പുണ്ടായാലും അതിനെ നമ്മൾ പുറത്താക്കിയേ പറ്റൂ. വേറെ ആർക്കും വേണ്ടിയല്ല, നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി. കയ്പും വെച്ചുകൊണ്ട് ആരാധനയ്ക്കേ ഇരിക്കരുത്, മെനക്കെടരുത്. ഈ ഭൂമിയിൽ കളയാൻ പറ്റാത്തൊരു കയ്പില്ല. യേശുവിന്റെ രക്തത്തിന് കഴുകാൻ പറ്റാത്തൊരു കയ്പ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കൈപ്പറക്കണം. അയാൾ അത് പറഞ്ഞു, ഇയാൾ ഇത് പറഞ്ഞു, ആരെന്ത് പറഞ്ഞാലും ആ കയ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെന്ത് ചെയ്താലും എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഏശാവിന് കഴിക്കാം. ഏശാവിന് കയ്പുള്ള വേര് മുളച്ചു, യാക്കോബിന് പറ്റില്ല. സ്തോത്രം. അപ്പൊ അടുത്ത പ്രത്യേകതയാണ് അവന് കയ്പുണ്ട്. അടുത്ത് അവരുടെ കാൽ രക്തം ചൊരിവാൻ ബന്ധപ്പെടുന്നു. നമ്മുടെ കാൽ എന്തിനാ ബന്ധപ്പെടുന്നത്? അടുത്ത പ്രശ്നം ശ്രദ്ധിക്കൂ. അവർക്ക് നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. അവരുടെ കയ്യിൽ നാശമുണ്ട്, അരിഷ്ടതയും ഉണ്ട്. അരിഷ്ടം ഉണ്ടെന്നല്ല, ചില അരിഷ്ടം നമ്മളെ വീട്ടിൽ ശരിയാണ്, കറക്റ്റ്. അരിഷ്ടം ഉണ്ടെന്നല്ല, അരിഷ്ടതയുണ്ടെന്ന്. ജീവിതം ഗുണം പിടിക്കുകയല്ല, ജീവിതം നാശം പിടിച്ചതായിരിക്കും, ജീവിതം അരിഷ്ടതയായിരിക്കും. ഇതെങ്കിലും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. മേളിൽ പറഞ്ഞ എല്ലാ ഐറ്റവും കാണും, താഴെ പറഞ്ഞ ഈ ഐറ്റം ഉണ്ടെങ്കിൽ മേളിൽ പറഞ്ഞ എല്ലാ ഐറ്റവും കാണും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നാശം അരിഷ്ടത ഉണ്ടെങ്കിൽ ബാക്കി പറഞ്ഞ സകല സാധനവും കാണും, ഉറപ്പായിട്ട് കാണും. ഇരുന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. അതിന് ഈ ആഴ്ച പറ്റുമെങ്കിൽ ഉപവസിക്കൂ. ഒരു നേരത്തെ ഫുഡെങ്കിൽ ഒരു നേരത്തെ ഫുഡ്, 2 നേരത്തെ ഫുഡെങ്കിൽ 2 നേരത്തെ ഫുഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് മാറ്റി വയ്ക്കാം. ഞാൻ എന്താണ് മാറ്റി വയ്ക്കുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എത്ര സമയം മാറ്റി വെക്കുന്നു എന്നുള്ളതും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രാത്രികളിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ നേരത്തെ ഓർപ്പിച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്നിരുന്ന് പ്രാർത്ഥിക്കാം. ഇതിനകത്ത് തറയിരുന്ന് പ്രാർത്ഥിക്കണം. മണ്ടയിൽ കസേര ഇരുന്നുള്ള കളിയൊന്നുമല്ല, തറയിരുന്ന് പ്രാർത്ഥിക്കണം. മെനക്കെട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും വേണം. അതിന് സൗകര്യമുള്ളവർക്ക് വരാം. സ്തോത്രം. ഗൗരവമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കപ്പെടുന്നത്. വേറെ നമുക്ക് ആളെക്കൂട്ട് പരിപാടിയൊന്നുമില്ല. ആളെക്കൂട്ട് നമുക്ക് വേണ്ട. ഇതിനകത്തൊരു ശുദ്ധീകരണം നടക്കണം.
അടുത്ത് പറയാണ് സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. സമാധാനത്തോടെ ഇരിക്കാൻ അവർക്ക് പറ്റത്തില്ല. അവരെപ്പോഴും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. കലത്തിൻ്റെ അടിയിൽ തീ കത്തുമ്പോൾ അരി ഇങ്ങനെ ഇളകി മറിയുന്ന പോലെ അവർ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അല്ല, വേണമെങ്കിൽ നമ്മൾ ചോദിച്ചാൽ അവർ പറയും അടിയിൽ കത്തുന്നതുകൊണ്ടാണ് ഇളകുന്നതെന്ന് പറയും. അങ്ങനെ കത്തിയാൽ ഇളകാൻ പാടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഇത് ഭയങ്കര വാക്യമാണ് കൊണ്ടുവന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തെ പേടിയില്ല. ദൈവത്തെ പേടിയില്ല. അതിനാണ് നമ്മൾ സങ്കീർത്തനത്തിൽ കണക്ട് ചെയ്യാൻ ദൈവം ഇല്ല എന്ന് മൂടൻ പറയുന്നു. ദൈവം ഉണ്ടെന്ന് അറിഞ്ഞാൽ, ദൈവത്തെ അറിയാൻ വണ്ണം അറിഞ്ഞാൽ ദൈവഭയം നിൽക്കും. ദൈവഭയം ഉണ്ടെങ്കിൽ മേളിൽ പറഞ്ഞ ഒന്നും അവനിൽ ആക്ടിവേറ്റ് ആവൂല. നമ്മുടെ കയ്യിലിരിക്കുന്ന ശരീരം ആദമിന്റെ ശരീരമാണ്, പാപമുള്ള ശരീരമാണ്. സൂക്ഷ്മതയോടെ ഇവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ മേളിൽ പറഞ്ഞ എല്ലാ ഐറ്റവും ഇവന്റെ അകത്ത് ചാർജ് ആവും. ദൈവഭയം നമ്മളിൽ ചാർജായാൽ ഈ സകല പൈശാചിക ആസക്തികളും നമ്മളെ വിട്ടുപോകും. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി കാര്യം മനസ്സിലാക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് 20 വരുമ്പം പറയാണ്, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഇതാണ് എനിക്ക് ഇന്നത്തെ പ്രസംഗ വിഷയം. അതുകൊണ്ട് ഞാൻ ഇപ്പം അത് തൊടുന്നില്ല. ഒരു ജഡവും ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടില്ല. നമ്മൾ അതിനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വയം നമ്മളിങ്ങനെ പാപം ചെയ്യാതിരിക്കാനുള്ള ശ്രമം നടക്കൂല അല്ലേ? നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ അല്ലേ, ബാലുവിനെ 2 ചീത്ത പറഞ്ഞിട്ട് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ചീത്ത വിളിക്കാതിരിക്കാൻ ഞാനിങ്ങനെ വായിക്കകത്ത് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ്. വായിൽ വെള്ളം നിൽക്കുന്നുണ്ട്, ചീത്ത പറയില്ല ഞാൻ. അവസാനം നിവർത്തി കിടുമ്പോൾ ഞാൻ ഒന്നുകിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഞാൻ തുപ്പും. ഇതിനേക്കാളും ഇത് വെള്ളം വായിക്കാത്തിരിക്കാതെ മര്യാദയ്ക്ക് നിന്നാൽ പോരായിരുന്നു. ആദ്യമേ ബാലുവിനെ 2 തെറിയും വിളിച്ചിട്ട് അങ്ങ് പോയ പ്രശ്നം തീർന്നില്ലേ? ഇത്രയും നേരം ഇങ്ങനെ മസിൽ പിടിച്ച് നിന്ന് മൊത്തം കയ്പിതിൽ അങ്ങോട്ട് നിറച്ച് അല്ലേ? വചനം പറയുന്ന ക്രിസ്തുവേശുവിനോട് അവൾ ജഡത്തെ രാഗമോഹത്തോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അത് പിന്നെ ആക്റ്റീവ് ആവൂല. നിങ്ങൾ 10 തെറി വിളിച്ചു നോക്കിയേ, ഞാൻ ആക്റ്റീവ് ആവൂല. വേറെ എന്തെങ്കിലും ഞാൻ ആക്റ്റീവ് ആവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഞാൻ സൽഗുണ സമ്പൂർണനല്ല. ആവും ഞാൻ താമസിയാതെ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ ആക്കും. ഞാൻ ചർച്ച തുടങ്ങിയതിനേക്കാൾ ഞാൻ ബെറ്ററായി. യെസ്, യൂട്യൂബൊക്കെ തുടങ്ങിയപ്പോൾ ഉള്ളതിനേക്കാൾ ഞാൻ യൂട്യൂബ് ഇപ്പോൾ ഇതുവരെ എത്തിയപ്പോൾ ഞാൻ ഒരുപാട് ബെറ്ററായി. ആദ്യമൊക്കെ എനിക്ക് കമൻറ്റ് നോക്കാൻ വിഷമം വരുമായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ ആനന്ദിക്കുകയാണ്. തെറി വിളിച്ച് ഓയ് വെരി ഗുഡ്. അവർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും, ഞാൻ തമ്പൊക്കെ ഇട്ട് കൊടുക്കും. അവൻ പിന്നെ ഇൻട്രസ്റ്റ് വന്ന് പിന്നെ തെറി വിളിക്കും. അപ്പം ഞാൻ എൻ്റെ ലവിൻ്റെ ഇട്ട് കൊടുക്കും. എന്നെ തെറി വിളിച്ചവൻ ജയിക്കാതെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ദൈവം എനിക്ക് അതിന് പ്രത്യേക കൃപ തന്നു. അതേ കൃപ എല്ലാ മേഖലയിലും കിട്ടിയാൽ ഞാൻ ജയിക്കും. എൻ്റെ എല്ലാ മേഖലയിലും ആ കൃപ വ്യാപരിക്കണം. എവിടെയെങ്കിലും ഒരിടത്ത് ഞാൻ ഡൗൺ ആയാൽ ബാക്കി എല്ലായിടത്തും ജയിച്ചതിന് പോക്കാണ്. സ്തോത്രം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. 23 പറയാം, ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തു. 24 പ്രധാനം, അവൻ്റെ കൃപയാൽ. അവൻ്റെ കൃപയാൽ നമ്മൾ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആരും എല്ലാവരും പോയി. എടാ, അവൻ്റെ കൃപയാൽ സൗജന്യമായൊരു നീതീകരണം നമ്മളെ തേടി വന്നിരിക്കുന്നു. അത് സ്വീകരിക്കാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിക്കണം. അത് സ്വീകരിക്കാനുള്ള ആത്മനിയന്ത്രണം നമ്മൾ പ്രാപിക്കണം. അത് സ്വീകരിക്കാനുള്ള മനസ്സും താല്പര്യവും നമുക്ക് വേണം. അല്ലാതെ മരത്തിന്റെ മണ്ടേ കയറി ഇരുന്നും കൊണ്ട് എല്ലാവരും പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കരുത്. താഴെ ഇറങ്ങുക. അവന്റെ കൃപയാൽ വിശ്വസിക്കുന്ന ഏവർക്കും നീതീകരണം കൊടുക്കാൻ ദൈവം മനസ്സ് വച്ചിരിക്കുന്നു. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുക. നമ്മൾ ആശ്രയിക്കുക. ഞാൻ നോക്കിക്കോളാം, നടക്കില്ല. ഞാൻ എന്നത് പൊളിയാതെ ഒരിടത്തും വിജയിക്കില്ല. ഒരിടത്തും വിജയിക്കില്ല. സോദരൻ, ഞാൻ ഇന്നലെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, പലരും ഞാൻ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞ് പലരും പിണങ്ങിപ്പോയി. വഴക്ക് പറഞ്ഞതിന് പിണങ്ങി പോകേണ്ടതാണെങ്കിൽ ആദ്യം പിണങ്ങി പോകേണ്ടത് ശശിയങ്കിളാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയത് അപ്പൂപ്പനാണ്. ഏറ്റവും കൂടുതൽ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പൂപ്പനെയാണ്. വേറെ ആർക്കും അറിഞ്ഞൂടാ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ആർക്കും ഉണ്ട്. എനിക്ക് മൂപ്പർക്ക് മാത്രമേ അറിയാവൂ. സോദരൻ, ഞാൻ ഇന്നലെ ചിന്തിച്ചു, ഇവിടെ ഞാൻ പറഞ്ഞതനുസരിച്ച് പോവേണ്ടതാണെങ്കിൽ ശശിയങ്കിൾ പോകണമായിരുന്നു. ഞാൻ ആ രീതി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കരൾ പൊത്ത് അപ്പുറത്ത് വരുന്ന രീതിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ വേറെ ആരെയും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു 20% പോലും പറഞ്ഞിട്ടില്ലാത്ത ആൾക്കാരാണ് ഓ അങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് വാരിക്കെട്ടി ഇവിടെ നിന്ന് ഓടിയത്. സ്തോത്രം. ഇതൊന്നും എനിക്ക് വിഷയമല്ല. എൻ്റെ ഹൃദയത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഞാൻ എന്തിനാണ് സംസാരിച്ചത്.
ഞാൻ ഇപ്പോഴും രാവിലെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, ഞാൻ എന്തിനാണ് സംസാരിച്ചത്? എനിക്കത് സംസാരിച്ചേ പറ്റുള്ളൂ. ആ പോസ്റ്റിലിരിക്കുമ്പോൾ എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. ഞാനിവിടെ പാസ്റ്ററാണ്, എനിക്കത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പണി ചെയ്യരുത്. അല്ല, ഞാൻ കീബോർഡ് വായിക്കാനിരിക്കുന്ന ആളാണെങ്കിൽ എനിക്കിത് ചെയ്യണ്ട. അല്ല, ഞാൻ മറ്റേ റിതംപേഡ് വായിക്കാനിരിക്കുകയാണെങ്കിൽ എനിക്കിതിൻ്റെ റിസ്ക് ഇല്ല. എനിക്ക് ആ പണി ചെയ്തിട്ട് അങ്ങ് വിട്ടാൽ മതി. ഞാൻ ഉപദേശിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെക്കുറിച്ച് കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പം ഞാനിത് ബോധ്യപ്പെടുത്തി എന്നുള്ള കാര്യം എനിക്കവിടെ പറയണം. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വ മേഖലയിൽ പെട്ടത് എനിക്ക് ചെയ്തേ പറ്റൂ. ഞാനത് ചെയ്യും. അതിന് എല്ലാവരും ഓടിയെന്ന് പറഞ്ഞാലും ചെയ്യും. ഞാൻ ഇന്നലെ രാത്രിയിൽ ഇവിടെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എല്ലാവരും പോയാൽ ഞാൻ ഈ ഹോള് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കും. ഞാൻ ചർച്ചയ്ക്ക് വേണ്ടിയെന്നും പറഞ്ഞ് ആരെയൊന്നും പൈസ മേടിച്ച് പണിതല്ല ഇത്. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിന് ആർക്കും എനിക്ക് വാക്ക് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാവരും പറയുക ഇയാളുടെ ഉപദേശം ശരിയല്ല, ഞങ്ങൾ പോവാണ്, യു ക്യാൻ ഗോ. അല്ലേ, ഞാനിത് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ഇതെല്ലാം കാര്യം ഞങ്ങൾ കൊണ്ട് ചെയ്യാൻ, കൗൺസിലിങ്ങിന് വേണ്ടി 2 റൂമാക്കാം. എന്തുകൊണ്ട്? ഇതെനിക്കത് വിഷയമല്ല. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, നമുക്ക് സാധാരണ നാട്ടിലുള്ള എല്ലാ ചർച്ചിലും ഒന്നുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം തമ്മിൽ പിണങ്ങിയും ചൊറിയും കുത്തി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനൊരു കഥ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കൊരുമിച്ച് ഒരല്പകാലമേ ഈ ഭൂമി ജീവിക്കാൻ നിർവാഹമുള്ളൂ. ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമില്ലെന്ന് പറഞ്ഞ ദുഷ്ടൻ്റെ കയ്യിലിരിക്കുന്ന കയ്യിലിരിപ്പുകൾ ഞാൻ ഒരു വരി അടിച്ച് നിരത്തി തന്നു. അതിലേതെങ്കിലും അകത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിനെ പുറത്ത് കളയണം. എന്നിട്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണം. അവൻ്റെ കൃപയാൽ, കണ്ടോ, ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഈ കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തു. ദൈവം നീതിയെ പ്രദർശിപ്പിച്ചെങ്കിൽ നമ്മളൊരല്പ നീതി കാണിച്ച് നമ്മൾ ഗുണം പിടിക്കും. കർത്താവ് വെള്ളത്തിലിറങ്ങി എന്ന് പറയുകയാണ്, ഇങ്ങനെ സർവ്വനീതി നടപ്പിലാകണം. അതെ, ദൈവത്തോടൊപ്പം ഇരുന്നവൻ വെള്ളത്തിലിറങ്ങി നിന്നിട്ട് പറയുകയാണ്, എന്നെ ഒന്ന് വെള്ളത്തിൽ മുക്ക, ഇങ്ങനെ സർവ്വനീതി നടപ്പിലാകട്ടെ. ആ നീതിയുടെ പൂർത്തീകരണം ക്രൂശിൽ കയറി കിടക്കുമ്പോൾ കർത്താവ് പറയാണ്, നിവർത്തിയായി. എന്തോ നിവർത്തിയായി? ദൈവത്തിന്റെ നീതി നിവർത്തിയായി. എന്നിട്ട് തല സ്വന്തം ചുമലിലേക്ക് ചായ്ക്കുകയാണ്. നിവർത്തിയായി. ആ വഴിക്ക് വരാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വഴിക്ക് വരാനാണ് വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇങ്ങനെ ഉപവസിക്കണം, ഈ ആഴ്ചയിൽ ഇച്ചിരി ഗൗരവമായി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം കയറി വന്നത് എല്ലാം ശരിയാവാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നീടാണ് എനിക്ക് അകത്ത് പരിശുദ്ധാത്മാവ് ബോധ്യം തന്നത്, ഇതിൻ്റെ ഇരട്ടി ചുമക്കാൻ നീ ശക്തി പ്രാപിക്കുകയാണ് വേണ്ടത്. ഈ പ്രശ്നം സോൾവ് ആവില്ല, ഇവകൾ പരിഹരിക്കപ്പെടില്ല. ഇത് കൂടുതൽ സഹിക്കാനുള്ള ആംബിയറാണ് നീ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടത്. കാരണം ക്രിസ്തു അവിടെ തുടങ്ങുന്നത് മുതൽ ശുശ്രൂഷ ആരംഭിച്ച് ഗതസമനയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ടൈറ്റിലേക്ക് വരികയാണ്. അവിടെ പ്രാർത്ഥിച്ച് ശരീരത്തിൽ നിന്ന് വിയർപ്പ് ധമനികളിലൂടെ രക്തം പൊടിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴും നമ്മൾ വിചാരിക്കും അത്രയ്ക്ക് പ്രാർത്ഥിച്ചാൽ പരിപാടി തീരുമെന്നില്ല. അവിടെ തൊട്ടാണ് വേദന ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഈ ക്രൂശ് ചുമക്കാൻ ധൈര്യം കിട്ടേണ്ടതിന് വേണ്ടി നമ്മൾ ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഈ ക്രൂശ് മാറിപ്പോവാനല്ല. ക്രിസ്തു ക്രൂശിൽ കയറിയത് കൊണ്ട് സംഭവിച്ചത് മാനവകുലത്തിന് രക്ഷയുടെ വാതിൽ തുറന്നിട്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, ഞാൻ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത്, ക്രിസ്തുവിൻ്റെ ആ വേദനയുടെ ഒരു ഭാഗം എനിക്കും അനുഭവിക്കാൻ കഴിഞ്ഞു. ചുമ്മാ തൊട്ടിങ്ങനെ നക്കാൻ, തൊട്ട് നക്കാൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ ക്രൂശിൽ പങ്കുള്ളവരാകുന്നത്. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഷ്ടത അനുഭവിക്കുന്നതാണ്. നോ, ക്രിസ്തുവിനോട് ചേരുമ്പോൾ ക്രിസ്തു അനുഭവിച്ച കഷ്ടത്തിൻ്റെ ഒരല്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മെ രക്ഷിക്കാൻ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു. ആ റോഡിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, വരിക, ക്രൂശിക്കപ്പെടുക, എൻ്റെ കൂടെ ചേരുക. ക്രിസ്തുവിനോട് ചേരുന്നവരുടെ കഷ്ടത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ സകലതും സഹിക്കാൻ ദൈവം ഒരു കൃപ തന്നുകൊണ്ടേയിരിക്കും. ആ കൃപയിൽ ഏറ്റവും വലുത് മരണം കൊണ്ട് അവസാനിക്കാത്ത ഒന്ന്, കാഹളം ധ്വനിക്കുമ്പോൾ എനിക്ക് ഉയർക്കാൻ കഴിയുമെന്നുള്ളൊരു ചിന്തയല്ല, പ്രത്യാശ. ആ പ്രത്യാശയാണ് നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ധൈര്യം നൽകുന്നത്. പ്രശ്നങ്ങൾ മുഴുവൻ മാറിപ്പോകുമെന്നുള്ളതല്ല, പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചു പോകുമെന്നുള്ളതല്ല. നമുക്ക് വേണ്ടി ഏക പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കും. അതിനായി നമ്മളെ തന്നെ ശക്തീകരിക്കും. അതിനുവേണ്ടി
നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരത്തിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എന്നെ അങ്ങ് ബലപ്പെടുത്തണം എന്ന് പറയാം. കർത്താവ് നമ്മെ താഴേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ദൈവകൃപയാൽ ദൈവം നമ്മെ നിറച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മെ ബലപ്പെടുത്തി. ദൈവം നമ്മെ ശക്തീകരിച്ചു. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ആ പരമസമ്പന്നൻ നമുക്ക് വേണ്ടി താഴേക്ക് ഇറങ്ങി വന്നു. അവൻ കുരിശു ചുമന്നു. നമുക്ക് വേണ്ടി കുരിശു ചുമന്നുകൊണ്ട് അവൻ സ്വർഗത്തിൽ കയറി. ദൈവത്തിൻ്റെ കരുണ അതെത്ര വലുത്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം.